Hello guys, welcome to Phone Money YouTube channel. So, in the Iqoo Neo 6 versus Iqoo Neo 7 comparison. One of the best sellers of 2022 Iqoo Neo 6 in between 30k second Snapdragon 870, 64 MP main camera with OIS, AMOLED displays with in-display fingerprint scanner, stereo speakers, 80W adapter. So totally അടിപൊളി ഡിവൈസ് ആയിരുന്നു നമ്മുടെ Iqoo Neo 6 ആൻഡ് ലേറ്റസ്റ്റ് ആളാണ് നമ്മുടെ Iqoo Neo 7 ഇതിന്റെ സക്സസർ ആണ്. സോ ഇത് എങ്ങനെയുണ്ട് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ജസ്റ്റ് നോക്കാം. So guys, first of all, we will build and design start. This is almost similar. This is 8.6 ആണ് നമ്മുടെ Iqoo Neo 7 എങ്കിൽ ഇത് 8.5 ആണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട്. പിന്നെ വെയിറ്റ് 193 grams ആണ്, ഇത് 190 grams. അത് ഓൾമോസ്റ്റ് സിമിലർ തന്നെ. പിന്നെ ബാക്ക് രണ്ടും ഒരു ഫ്രോസ്റ്റഡ് മാറ്റ് ഫിനിഷ് ആണ്. അപ്പോൾ ഫിംഗർ പ്രിന്റ് മാറ്റ് ഒന്നും വരില്ല. പിന്നെ രണ്ടിനും പ്ലാസ്റ്റിക് ബാക്ക് ആണ് കേട്ടോ, ആൻഡ് പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് രണ്ടിനും വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ഇൻഹാൻഡ് ഫീൽ കുറച്ചും കൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതുണ്ടല്ലോ, ആ ബാക്ക് പ്ലാസ്റ്റിക് ഇച്ചിരി കൂടെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ആ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമായിട്ട് കുറച്ചും കൂടെ ബ്ലെൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ എടുത്തറിയാൻ പറ്റുന്നത്. ആ ഒരു ഫ്രെയിമിന്റെ ആ ഒരു എഡ്ജ് നമുക്ക് എടുത്തറിയാം. അപ്പോൾ പിടിക്കുമ്പോൾ ചെറിയൊരു കട്ടിങ് ഫീൽ ചെയ്യും. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേസ് ആണ്. സോ 6.78 ഇഞ്ചസ് ആണ് നമ്മുടെ Iqoo Neo 7 വരുന്നത്. Iqoo Neo 7 ആൻഡ് നമ്മുടെ Iqoo Neo 6 6.62 ഇഞ്ചസ് ആണ് വരിക. സോ ഓൾമോസ്റ്റ് സിമിലർ ആണ് ആ ഡിസ്പ്ലേ സൈസ് വരിക. ആൻഡ് ദെൻ നമുക്ക് രണ്ടും ഫുൾ HD ഡിസ്പ്ലേസ് ആണ് വരിക. രണ്ടും 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നതിന്. പിന്നെ രണ്ടിന്റെയും പീക്ക് ബ്രൈറ്റ്നസ് 1300 nits ആണ് രണ്ടുപേരുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരിക. പിന്നെ PPയുടെ കാര്യം പറയുന്നത് 388 PP ആണ് നമ്മുടെ Iqoo Neo 7 ആണെങ്കിൽ ഇത് 398 PP ആണ്. സോ നമുക്ക് ഈ ഏതെങ്കിലും ഈ മൈനർ ഡിഫറൻസ് എന്തെങ്കിലും ഡിസ്പ്ലേ വീഡിയോ പ്ലേ ബാക്കിൽ ഡിഫറൻസ് ഉണ്ടോ നോക്കാം. സോ ഗൈസ്, ഒരെണ്ണം Iqoo Neo 6ഉം ഒരെണ്ണം Iqoo Neo 7. അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് Iqoo Neo 6 ഏതാണ് Iqoo Neo 7 എന്ന്? ബിക്കോസ് രണ്ടും അറ്റ് എ ഗ്ലാൻസ് റിയലി ഐഡന്റിക്കൽ ആണ്. പക്ഷേ ഗെറ്റ് ഇൻ ക്ലോസർ നിങ്ങൾ നോക്കിയാൽ ഈ ഗ്രീനിന്റെ ഡെപ്ത് ഉണ്ട്. ഇവിടെ വെച്ചിങ്ങനെ വൈബ്രന്റ് ഗ്രീൻ ആണ് ഇൻ കമ്പാരിസൺ ടു ഇത്. ആൻഡ് രണ്ടും മാക്സിമം ബ്രൈറ്റ്നസ് ആയിട്ട് കിടക്കണേ. ഓക്കെ, ഈ സീൻ ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടുപേരും. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു ആ ഒരു കളറിന്റെ വൈബ്രൻസിയുടെ കാര്യത്തിൽ ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഈ സീനൊക്കെ പക്ക ഓൾമോസ്റ്റ് സിമിലർ തന്നെ രണ്ടും. നോടെ ഡിഫറൻസ് എസ്പെഷ്യലി എനിക്ക് RGBയിലാണ് ഡിഫറൻസ് തോന്നുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ കളർ. ഗ്രീൻ ആണ് ഇപ്പൊ ഏറ്റവും പ്രൊമനന്റ് ആയിട്ട് എനിക്ക് ഡിഫറൻസ് തോന്നിയത്. ഈ സീൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ഷാർപ്പർ ഗ്രീൻ ആണ്. ഇവിടെ ഇച്ചിരി ലൈറ്റ് പെയിലാണ് വന്നത് ഇൻ കമ്പാരിസൺ. ഒരു 3 to 4% ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ വൈബ്രൻസിയുടെ കാര്യത്തിൽ. Iqoo Neo 7 ആണ് ഓൺ ദ ടോപ്പ്. Iqoo Neo 7. Iqoo Neo 7 ആണ് ലൈറ്റ് ഒരു ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണേ. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ Iqoo Neo 7 പ്ലേ ചെയ്യാം. ആൻഡ് ഓക്കെ, ആൻഡ് നൗ നമ്മുടെ Iqoo Neo 6 ഗെറ്റ് റെഡി ടു ഗെറ്റ് സർപ്രൈസ്ഡ്. സോ ഗൈസ്, Iqoo Neo 6നാണ് ശരിക്കും ഓഡിയോക്ക് ലൗഡ്നെസ് കൂടുതൽ. ഇത് ഇത്തിരി ലൗഡ്നെസ് കുറവാണ്. ഇൻ കമ്പാരിറ്റീവ്ലി അപ്രോക്സിമേറ്റ്ലി 3% ലൗഡ്നെസ് കൂടുതൽ ഒറ്റയടിക്കാൻ നമുക്ക് കിട്ടേണ്ട ആ ഒരു ഡിഫറൻസ് ഓഡിയോയുടെ കാര്യത്തിൽ. ഒരു ലൈറ്റ് ഡിഫറൻസ് ആയിട്ട്, വലിയ ഡിഫറൻസ് അപ്രോക്സിമേറ്റ്ലി 2 to 3% ലൗഡ്നെസിന്റെ കാര്യത്തിൽ. ബാക്കി സ്റ്റീരിയോ എഫക്ട് രണ്ടിനും സെയിം ടു സെയിം ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ബേസ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്. സോ നെക്സ്റ്റ് നമ്മുടെ Iqoo Neo 6 അതുപോലെ Iqoo Neo 7 ഗെയിം പാഡ് സപ്പോർട്ടാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ Iqooന്റെ ഗെയിം പാഡ് വരിക. ഓക്കെ, സോ രണ്ടിനും നമുക്ക് സപ്പോർട്ടാണ്. ആൻഡ് ആക്ച്വലി കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിംസ് നമുക്ക് ഇവിടെ ജോയിസ്റ്റിക്ക് അത്യാവശ്യം നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്ന ജോയിസ്റ്റിക്ക് അവൈലബിൾ ആണല്ലോ. ഓക്കെ, ഇവിടെ കുറച്ച് ടച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, ജോയിസ്റ്റിക് ഫംഗ്ഷൻസ്, പിന്നെ ഇവിടെ ട്രിഗർ ഫംഗ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 870 ഒരു 7 nm ചിപ്സെറ്റ് ആണ് നമ്മുടെ Iqoo Neo 7 വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് 4 nm ഉള്ള ചിപ്സെറ്റ് ഡയമൻസിറ്റി 8200 ആണ് നമ്മുടെ Iqoo Neo 7 വന്നിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്ത ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1 lakh ഡിഫറൻസ് ഇവിടെ കിട്ടി. 8 lakh നമുക്ക് വന്നിട്ടുണ്ട്. 8,49,000 നമുക്ക് നമ്മുടെ Iqoo Neo 7 കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ഗ്രാഫിക്സിനകത്താണ് ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 1 lakh ഡിഫറൻസ് ഇവിടെ കണ്ടോ. 7,30,000 വരുന്നുള്ളൂ, ഇവിടെ 8,40,000. ആൻഡ് ഗ്രാഫിക്സ് നോക്കുക, ഇവിടെ 2,45,000, ഇവിടെ 3,40,000. സോ എസ്പെഷ്യലി 1 lakh ഡിഫറൻസ് വന്നിരിക്കുന്നത് ആ GPU. സോ ഗെയിമിങ്ങിന് ഗ്രാഫിക്സിന്റെ ഏരിയ നല്ല ഇംപ്രൂവ്മെന്റ് നമുക്ക് നമ്മുടെ Iqoo Neo 7 വരുന്നുണ്ട്. ആൻഡ് ദെൻ CPU ത്രോട്ടിലുണ്ട്. CPU throttle to 78% of maximum performance ആണ് നമ്മുടെ Iqoo Neo 6. CPU throttle to 79% of maximum performance ആണ് നമ്മുടെ Iqoo Neo 7. നിങ്ങൾ മിക്സ്ഡ് അപ്പ് ആയിട്ട് 78, 79 ആ റേഞ്ചിൽ കിടന്ന് കളിക്കണം. ഓൾമോസ്റ്റ് ക്ലോസ് ടു 80 അറൗണ്ട് ആണ് മാക്സിമം CPU throttle വന്നിരിക്കുന്നത്. ഓക്കെ,
സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് ആണ്. സോ രണ്ടും 64 MB മെയിൻ ക്യാമറ ആണ് വന്നിരിക്കുന്നത് വിത്ത് OS. കാരണം ഇത് അടിപൊളി ക്യാമറ ആണ്. സോ ഒബ്വിയസ്ലി അത് തന്നെ എടുത്ത് കുഴപ്പമില്ല, അപ്ഗ്രേഡ് കൊടുക്കാൻ പറ്റും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ 8 MB അൾട്രാ വൈഡ് ഉണ്ടായിരുന്ന സംഭവം മാറ്റിയിട്ട് ഇവര് ജസ്റ്റ് അതിന് പകരം 2 MB ഡെപ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഐ എം നോട്ട് ഓക്കെ, ബട്ട് അൾട്രാ വൈഡ് ഒരു മസ്റ്റ് ആണെന്ന് ഞാൻ പറയാം. അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാനുണ്ട്. അൾട്രാ വൈഡിന്റെ ഷോട്ട്സ് എടുക്കുന്നവരാണെങ്കിൽ എൽസ് യു ക്യാൻ ഡയറക്ട്ലി സ്കിപ്പ് ഇറ്റ്. ആൻഡ് ദെൻ രണ്ടിനും 2 MB മാക്ക് വരുന്നത്. ആൻഡ് ഫ്രണ്ടിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും 16 MB സെൽഫി ക്യാമറാസ് ആണ്. നമുക്ക് Iqoo Neo 6 അതേപോലെ തന്നെ Iqoo Neos ആണ് വരുന്നത്. സോ എനിവേസ് ജസ്റ്റ് quickly jump to the camera samples. സോ ഈ ഫസ്റ്റ് ഓഫ് ഓൾ പോർട്രേറ്റ് ഷോട്ട്സ് നോക്കി അറിയാം. സോ ഇതാണ് നമ്മുടെ Iqoo Neo 7, ഇതാണ് നമ്മുടെ Iqoo Neo 6. രണ്ടും കൊള്ളാം, പക്ഷെ നിങ്ങൾ കളറിന് ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, ആ ഷർട്ടിന്റെ കളറൊക്കെ നല്ല രീതിയിൽ വൈബ്രന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പെയിൽ കളറാണ്. ആൻഡ് ഫേസ് ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്തത്. സോ ഇതൊരു നാച്ചുറൽ ടോൺ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇച്ചിരി വൈബ്രൻസി ടോൺ ആണ്. സോ നെക്സ്റ്റ് ഷോട്ട് ഇവിടെ നമ്മൾ ഫേസ് നോക്കും. ഇവിടെ ഫേസിന് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഒരു സ്മൂത്തനിങ് ഫേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് എന്നാലും വൈബ്രന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒബ്വിയസ്ലി. ആൻഡ് Iqoo Neo 6 ഉണ്ടോ, പക്ക ഒരു നാച്ചുറൽ കളേഴ്സ് പ്രിസർവ് ചെയ്തേക്കാണ് നമ്മുടെ Iqoo Neo 6. ഓക്കെ, സോ ദാറ്റ് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ച് വൈബ്രന്റ് ടോൺസ് ആണ് കുറച്ചുകൂടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് Iqoo Neos ആണ് ഇഷ്ടപ്പെടും. ഡീറ്റെയിൽസ് അത്യാവശ്യം രണ്ടിലും ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു സ്കൈ ഷോട്ട് ആണ്. സോ ഇത് നമ്മുടെ Iqoo Neo 7, ഇത് നമ്മുടെ Iqoo Neo 6. ഇവിടെ ഞാൻ നാച്ചുറൽ ടോണിന്റെ ഡിഫറൻസ് ആയിട്ട് ഇവിടെ വെച്ച് ലൈറ്റ് വൈബ്രന്റ് ആയിട്ട് ഗ്രീൻ കളേഴ്സ് ഒക്കെ. ആൻഡ് ഇവിടെ അറ്റ് എ ഗ്ലാൻസ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട Iqoo Neo 7 ആണ്. ആൻഡ് സ്കൈ ടോൺസ് നമ്മൾ ശ്രദ്ധിച്ചു, അത് ഇവിടെ ഉണ്ടോ ബ്ലൂവിഷ് ടിന്റ് ഒക്കെ കയറിയിട്ടുണ്ട് Iqoo Neo 7 സാച്ചുറേഷൻ ആയത് കാരണം. പക്ഷെ ഇവിടെ കണ്ടോ പക്കയുടെ എടുത്തിട്ടുണ്ട് നമ്മുടെ Iqoo Neo 6. സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ അൾട്രാ വൈഡ് അഡ്വാൻറ്റേജ്. സോ നിങ്ങൾ കണ്ട ആ ഏരിയ എത്ര ഏരിയ കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ Iqoo Neo 6 ഉണ്ട്. Iqoo Neo 7 അൾട്രാ വൈഡ് ഇല്ലാത്തത് 1x എടുത്ത ഷോട്ടും ഇത് 0.6x അൾട്രാ വൈഡ് നമുക്ക് Iqoo Neo 6 മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് നമുക്ക് Iqoo Neo 6 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് പോർട്രേറ്റ് ഷോട്ട് ആണ്. ഇത് അത്യാവശ്യം ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ പൂവിന് ഡീറ്റെയിലിംഗ് മിസ് ആയിട്ടുണ്ട്, പക്ഷേ ഈ ലീവ്സ് പക്ക ഫോക്കസ്ഡ് ആണ്. ഇവിടെ ലീവ്സ് അത്യാവശ്യം ലീവ്സും പൂവും ഒരു ന്യൂട്രൽ ചെയ്ത് നിൽക്കണം. അത്യാവശ്യം ഫോക്കസ്ഡ് ആണ് രണ്ടുപേരും. ഓക്കെ, അത് മാറ്റർ ഓഫ് പെർഫോമൻസ് ആണ്. പിന്നെ കളേഴ്സിന് ഒബ്വിയസ്ലി ആ വൈബ്രൻസി ഉണ്ട് നമ്മൾ Iqoo Neo 7. ആ Neo 6 ആ നാച്ചുറൽ ടോൺ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് അനദർ ഷോട്ട് ഇച്ചിരി സ്ട്രഗിളിംഗ് ഷോട്ട് ആണ്. ആൻഡ് ഇവിടെ നോക്കി അറിയാം Neo 6 ഇച്ചിരി സ്ട്രഗിൾ ആയിട്ടുണ്ട്, ഇവിടെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് Iqoo Neo 7 പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ഇഷ്യൂസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ Iqoo Neo 7 ആണ് അവിടെ ഒരു വിന്നർ. സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെബിലൈസേഷൻ ആണ്. രണ്ടും 108p at 60 FPS അൾട്രാ സ്റ്റെബിലൈസേഷനിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ 4K 30 വരെ രണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ രണ്ടിലും സ്റ്റെബിലൈസേഷൻ പക്കയാണ്. സോ ഗൈസ് നെക്സ്റ്റ് ഫ്രണ്ട് ക്യാമറ. അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇഷ്ടപ്പെടുക ഷോട്ട് നമ്മുടെ Iqoo Neo 7 ആണ്. ആ വൈബ്രൻസി ഒക്കെ പക്ക രീതിയിലായിട്ട് എടുത്തിട്ടുണ്ട് Iqoo Neo 7. Iqoo Neo 6 നാച്ചുറൽ ടോൺസ് കോൺസെൻട്രേറ്റ് ചെയ്താണ് കുറച്ചുകൂടി എടുത്തിരിക്കുന്നത്. അത് കാരണം ഓവറായിട്ട് സാച്ചുറേഷൻ ആക്കിയിട്ടില്ല. ഇവിടെ ഇച്ചിരി ലൈറ്റ് ഓവർ സാച്ചുറേഷൻ വന്നിട്ടുണ്ട്, ഭയങ്കര ലൈറ്റ് ആയിട്ട്. പക്ഷേ അറ്റ് I+ ഉള്ള ഷോട്ട്സ് ആണ് നമ്മുടെ Iqoo Neo 7 തന്നത്. സോ നെക്സ്റ്റ് അനദർ ഷോട്ട്, നോർമൽ ഷോട്ട് ആണ് കേട്ടോ. ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല എടുത്തിട്ടുണ്ട്. ഓക്കെ കേട്ടോ, ഇവിടെ ആ ഒരു ഫേസിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇച്ചിരി ഒരു ആ സാച്ചുറേഷൻ വന്നിട്ട് ഒരു ലൈറ്റ് ഒരു വാം ടോണാണ് കയറിയിട്ടുണ്ട്. ബട്ട് അറ്റ് എ ഗ്ലാൻസ് കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി Iqoo Neo 6 ഇച്ചിരി ആ ഫേസ് ഒക്കെ കുറച്ചൊരു സ്മൂത്തനിങ്ങും ആ ഒരു വൈറ്റനിങ് ഒക്കെ ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഷോട്ടിൽ. ഓക്കെ, സോ ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. ഓക്കെ, കണ്ടോ Neo 6 ആണ് കുറച്ചും കൂടെ ലൈറ്റ് സ്റ്റേബിൾ, ബട്ട് രണ്ടും ഷേക്ക് ഉണ്ട്. ഇൻ കമ്പാരിറ്റീവ്ലി കുറച്ചും നന്നായിട്ട് എടുത്തിരിക്കുന്നത് Neo 6 ആണ്. അതും കൂടെ കിട്ടുന്നുണ്ട് Iqoo Neo 6 നാച്ചുറൽ ടോൺസും Iqoo Neo 7 വൈബ്രന്റ് ടോൺസും. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. Signing off, it's Phone Mania.